ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുക എന്താണ് സുനില കാറിൻ്റെ ഉള്ളൊക്കെ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഗുരുവായൂർക്ക് പോവാണ്. ഇത് മുറ്റിച്ചൂർ പാലം ഉണ്ടാകും. മുറ്റിച്ചൂർ പാലത്തമ്മിൽ കയറി ഇത് കാനോലി കനാലിൻ്റെ കുറുകെയാണ് മുറ്റിച്ചൂർ പാലം. ഈ കാനോലി കനാലിൻ്റെ തീരത്താണ് നമ്മുടെ തൃപ്രയാർ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ട് പടിഞ്ഞാറാണ് ഈ പുഴ. അപ്പോൾ കാർ ഓടിക്കുന്നത് ചേച്ചിയാണ്. ചേട്ടൻ ഗൾഫിൽ പോയതിന് ശേഷം ചേച്ചിയാണ് ഞങ്ങളെ ഗുരുവായൂർ എവിടെ ഉണ്ടെങ്കിലൊക്കെ കൊണ്ടുപോകാറ്. അങ്ങനെ ഞങ്ങൾ തളിക്കുളത്തെത്തി. തളിക്കുളം എത്തിയപ്പോഴാണ് അവിടെ വലിയ റോഡ് പണി നടക്കുന്നുണ്ട്. ഹൈവേ വീതി കൂട്ടാണ്. ഈ റോഡ് പൻവേൽ വരെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയണത് ഈ ഹൈവേ. പിന്നെ അങ്ങനെ ഇപ്പോൾ വാടാനപ്പള്ളി സെൻറ്റർ എത്തിയിട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പോയത് ചേച്ചിയും പിള്ളേരും ഞാനും മാത്രമാണ്. അച്ഛനമ്മയും വരാറുണ്ട് എല്ലാ വട്ടവും. പക്ഷേ ഇപ്രാവശ്യം അച്ഛനമ്മയ്ക്ക് വരാൻ പറ്റില്ല. അവർക്ക് അന്നൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് കാരണം അവർ വന്നില്ല. ഇപ്പോൾ ഈ കാണുന്നത് ചേറ്റുവ പാലം, ചേറ്റുവ പുഴ. ഈ ചേറ്റുവ പുഴ ചെന്ന് ചേരുന്നത് അറബിക്കടലിലാണ് കേട്ടോ. അപ്പോൾ തൃപ്രയാർ അമ്പലത്തിലേക്ക് തൃപ്രയാർ അമ്പലം എന്നാണ് പറയുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഐതിഹ്യമൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഞാനൊന്ന് പറയാം. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 26 കിലോമീറ്റർ ഉണ്ട് ഈ ഗുരുവായൂർ അമ്പലത്തിലേക്കിട്ടാ. ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്രാവശ്യം ചെന്നപ്പോഴേ പാർക്കിങ്ങൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ദേവസ്വം. ഒരു വലിയൊരു 2-3-4 നില ബിൽഡിങ്ങാണ്. അതിലാണ് പാർക്കിങ്. ഗ്രൗണ്ട് ഫ്ലോറിൽ വലിയ ഇതൊക്കെ കുറച്ച് പാർക്ക് ചെയ്ത് കണ്ടു. ഞങ്ങൾ ഇങ്ങനെ ചേച്ചീനെ സ്ലോപ്പ് പോലെ പണിതിട്ടേ അതിൽ കൂടെ തന്നെ കയറി പോയപ്പോൾ ഫസ്റ്റ് ഫ്ലോർ നോക്കിയപ്പോൾ അതിൽ നിറച്ച് വണ്ടിയാണ്. അപ്പോൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ പോയി പാർക്ക് ചെയ്തു. അങ്ങനെ പിന്നെ വണ്ടി പാർക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞാനും ചേച്ചിയും പിള്ളേരും പതുക്കെ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അമ്പലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ 2 സൈഡും പണ്ടത്തെ പോലെ തന്നെ കച്ചവടം കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാണാമെന്നൊക്കെ പറഞ്ഞൊരു കൗതുകമാണ് ഇപ്പോഴും. പണ്ട് അച്ഛൻ ഗൾഫിലുള്ളപ്പോൾ വരുമ്പോൾ അച്ഛൻ്റെ അമ്മേരും കൂടെ പോയി മുല്ലപ്പൂ വാങ്ങലും തലയിൽ വെക്കലും അതൊക്കെ നടത്താറുണ്ട്. അതുപോലെ തന്നെ മോതിരം വേണം, ചെമ്പ് മോതിരം വേണം, ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഉള്ള മോതിരം വേണം, ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് വേണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. എൻ്റെ ഇളയ മോനുണ്ടായിരുന്നു കുറേ കാലം. എന്ന് പോയാലും ഗുരുവായൂരപ്പൻ്റെ മോതിരം ഇല്ലാണ്ടൊന്നും പോരില്ല. അങ്ങനെയായിരുന്നു. ഇപ്രാവശ്യം ചെന്നപ്പോഴൊന്നും വേണ്ട ആൾക്ക്. അങ്ങനെ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. അങ്ങനെ അപ്പം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൻ്റെ വായിൽ തൃപ്രയാർ അമ്പലം എന്നാണ് വരുന്നത്. ഗുരുവായൂരപ്പൻ്റെ കുറച്ച് അറിയാവുന്ന കാര്യങ്ങൾ കുറേയൊക്കെ അറിയാം. എന്നാലും കുറച്ച് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയാണേ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഐതിഹ്യം വെച്ചിട്ട് ദേവഗുരു ബൃഹസ്പതിയും വായു ഭഗവാനും കൂടി ദ്വാരകയിൽ പ്രളയത്തിൽ നമ്മുടെ കൃഷ്ണ ഭഗവാന്റെ അച്ഛനായ വസുദേവർ പൂജിച്ചിരുന്ന കൃഷ്ണൻ്റെ വിഗ്രഹം എന്താ പറയുക അറബിക്കടലിലൂടെ ഒഴുകി വന്ന് കേരളത്തിൻ്റെ തീരത്ത് അടിഞ്ഞപ്പോൾ അതെടുത്ത് അവരിവിടെ സ്ഥാപിച്ച കാരനാണ് വായു ഭഗവാനും കൂടി സ്ഥാപിച്ച കാരനാണ് ഗുരുവായൂരെന്ന് ഈ അമ്പലത്തിന് പേര് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഐതിഹ്യത്തിൽ വേറൊരിതും കൂടിയുണ്ട്. ദേവകിക്കും വസുദേവനും ജനിച്ച് ഭഗവാനൊന്ന് ദർശനം കൊടുക്കൂല. ആ ദർശനം കൊടുത്തപ്പോൾ ഈ രൂപത്തിലാണ് ദർശനം കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ എന്താ പറയുക വസുദേവർ ഒരു വിഗ്രഹത്തിൻ്റെ ഇതിലാക്കി പൂജിച്ചിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വസുദേവരും ദേവകിയും പുനർജന്മത്തിൽ ആരായിരുന്നു എന്ന് വെച്ചാൽ രാജാവായിരുന്ന സുതക് എന്ന് പറയുന്ന ഒരാളും പത്നി റാണി വൃഷ്ണിയായിരുന്നു. അപ്പോൾ അവർക്ക് മക്കളില്ലാണ്ട് അവർ നമ്മുടെ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് ബ്രഹ്മദേവൻ ഒരു വിഷ്ണുവിൻ്റെ സമ്മതപ്രകാരം ഒരു വിഗ്രഹം കൊടുത്തു. ആ വിഗ്രഹമാണ് ഇതൊന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ വിഗ്രഹം കൊണ്ട് അവർ പൂജിച്ചു. അങ്ങനെ പൂജിച്ച് അവരെ പൂജയിൽ സന്തുഷ്ടനായ വിഷ്ണു ഭഗവാൻ വരം ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പുത്രനായി ജനിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണു ഭഗവാൻ അതിൻ്റെ ഇടയിൽ പറയട്ടെ, ഇവിടുത്തെ വിഷ്ണു രൂപം കരത്തിൽ ശംഖ്, ചക്രം, ഗദ, താമര എങ്ങനെ പിടിച്ചിട്ടുള്ള വിഷ്ണു ഭഗവാനാണ് ഇവിടുത്തെ കൃഷ്ണൻ. അപ്പോൾ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വിഷ്ണു ഭഗവാൻ വളരെ ദാനശീലനാണല്ലോ. അദ്ദേഹം പറഞ്ഞു 3 ജന്മത്തിൽ നിങ്ങളുടെ മകനായി ഞാൻ ജനിക്കുന്നു. അപ്പം ആദ്യത്തെ ജന്മത്തിൽ ഈ രാജാവിൻ്റെയും ഭക്തിയുടെയും മകനായിട്ട് ജനിച്ചു. രണ്ടാമത്തെ ജന്മത്തിൽ നമ്മുടെ അദിതി ദേവിയുടെയും കശ്യപ മുനിയുടെയും പുത്രനായ വാമനനായി ജനിച്ചു. നമ്മുടെ മോദി വന്നിവിടെ
തൊഴുത് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. മോദിജിയുടെ തുലാഭാരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. അപ്പോൾ മിക്ക ഫേമസ് ആയുള്ള ആൾക്കാർ വന്നാലും ഗുരുവായൂർ അമ്പലത്തിൽ വരാറുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ജയലളിതക്ക് ആനേനെ നടയിരുത്തിയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ആനേനെ നടയിരുത്തുന്നതൊക്കെ വലിയൊരു വഴിപാടാണ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ജന്മത്തിലാണ് നമ്മുടെ ദേവകി വസുദേവനായിട്ട് ഈ രാജാവും റാണിയും പുനർജനിച്ചു. അപ്പോൾ ആ ജന്മത്തിൽ കൃഷ്ണനായിട്ട് ജനിച്ചു അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ എന്താ പറയുക 5000 കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് പറയുന്നത്. ദക്ഷിണ ഭാരതത്തിലെ ദ്വാരക എന്ന് ഇതിനും പേരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ കേട്ടിട്ടുള്ളതാണ് ഇവിടെയൊക്കെ വന്നപ്പോൾ. പിന്നെ ഈ ഫോട്ടോസ് കാണുന്നത് കഴിഞ്ഞ വട്ടം പോയപ്പോൾ അച്ഛൻ്റെ അമ്മേരെ കൂടെയാണ് പോയത്. അപ്പോൾ അന്നത്തെ ഒരു ചെറിയ ഓർമ്മയ്ക്ക് വേണ്ടി ഈ ഫോട്ടോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയുന്ന ഗുരുവായൂർ അമ്പലത്തിൻ്റെ അനുഭവങ്ങളും കഥകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കമൻ്റൊക്കെ ആയിട്ട് ഇടണേ. എനിക്ക് നാട്ടിൽ വന്ന് ഗുരുവായൂരും തൃപ്രയാറൊക്കെ ഒന്ന് തൊഴുതില്ലെങ്കിലേ ഒരു മനസ്സിന് സമാധാനമില്ലാത്ത പോലെയാണ്. അപ്പോൾ 1-2 വട്ടം വരാറുണ്ട്. ഇപ്പോഴായി പിന്നെ ഒരു വട്ടം വരാൻ പറ്റാറുള്ളൂ. എന്നാലും അത് മതി. അതുപോലെ തൊഴുതു നല്ല തൃപ്തിയായി തൊഴുത് വലം വെച്ചൊക്കെ വന്ന് പിന്നെ പിള്ളേർക്ക് അറിയാലോ വിശക്കും. അങ്ങനെ ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിക്കാൻ ഓർഡർ ചെയ്തപ്പോൾ ചോട്ടൂന് ഉഴുന്നുവട മതി. പട്ടും ഞങ്ങൾ ചീച്ചും ഞങ്ങൾ മസാല ദോശ വാങ്ങിച്ചു. അത് കഴിച്ച് ഞങ്ങൾ പിന്നെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരു ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണൻ്റെ വിഗ്രഹം വേണമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ഇങ്ങനത്തെ മൂർത്തി വിഗ്രഹമല്ല, കാരണം ഈ കണി വയ്ക്കുമ്പോഴേ ഇവിടുത്തെ കുഞ്ഞു കൃഷ്ണന്മാർ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് കണി വയ്ക്കാനായിട്ട് ഒരു മൂർത്തി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് നോക്കാൻ വേണ്ടി കയറിയതാട്ടാ. അപ്പോൾ അത് ഭയങ്കര വില പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു തൃപ്രയാറ് കുറവാണ്, തൃപ്രയാറ് തൊഴാൻ പോകുമ്പോൾ നമുക്ക് വാങ്ങാം. അത് കാരണം അവിടെ നിന്ന് വാങ്ങിയില്ല. പിന്നെ അവിടെ നിന്ന് കടയിൽ നിന്ന് പുളിമിഠായിയും കടിച്ചാപ്പിടിച്ചും ഗുരുവായൂർ പപ്പടമൊക്കെ വാങ്ങി പോന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനെപ്പറ്റിയുള്ള കമൻറ്റ് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.